പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ കൂടെ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഏറിയ വർഷങ്ങളായി കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോരുന്ന സെക്കരിയാവിനോട് ദൂതൻ പ്രത്യക്ഷനായി പറയുന്ന ചില വാക്കുകളാണ് ദൈവത്തിന്റെ ആത്മാവിന് നമ്മെ ഓർമ്മിപ്പിക്കുവാനുള്ളത്. സെക്കരിയാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യയായിരിക്കുന്ന എലിസബeth ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കെ പുരോഹിതനായ സെക്കരിയാവിന് ദൈവീകമായ ഒരു ദർശനം നടക്കുകയാണ്. ഒരു ദൂതൻ അടുത്തു വന്ന് തന്നോട് സംസാരിക്കുന്ന വാക്കുകളാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കുന്നത്. പ്രിയരെ, ഏറിയ വർഷങ്ങളായി സെക്കരിയാവും എലിസബത്തും ദൈവസന്നിധിയിൽ നിഷ്കളങ്കരും നീതിയുള്ളവരും ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരുമായിരുന്ന ഭക്തന്മാരായിരുന്നു. ഒരു നല്ല ദമ്പതിയായിരുന്നു. എന്നാൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ അവർ വളരെ ജാഗരൂകരായിരുന്ന പ്രിയപ്പെട്ടവരാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ലഭ്യമാകേണ്ട ചില നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരനുഭവം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ യഥാർത്ഥമായി യഹോവയിൽ തന്നെ ആശ്രയിക്കുന്ന, ദൈവീയ കൽപ്പനകളെ പ്രമാണിക്കുന്ന, ദൈവത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഭക്തന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും ഇപ്രകാരമുള്ള പ്രതികൂല സന്ധികളും ഞെരുക്കങ്ങളും താഴ്ചകളും വന്നു ഭവിക്കും. എന്നാൽ ഇത് ദൈവം അറിയാതെയല്ല സംഭവിക്കുന്നത്. തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ നീ താണിരുന്നാൽ നിശ്ചയമായും ഒരു ദൈവീയ സാന്നിധ്യം നിങ്ങൾ താഴ്ന്നുപോയി, താഴ്ച ഭവിച്ചു, മനുഷ്യരുടെ മുമ്പിൽ ഞാനൊരു നിന്ദാപാത്രമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആ മേഖലയിൽ ദൈവത്തിന് ഇടപെടാനുണ്ട്. 2025 അവസാന നാളുകളായല്ലേ? ഇതുവരെയും ഒരു നന്മ, ഇതുവരെയും എൻ്റെ പ്രതീക്ഷിച്ച വിഷയത്തിന്, എൻ്റെ പ്രാർത്ഥനാ ശബ്ദത്തിന് എനിക്ക് മറുപടി ലഭിച്ചില്ല. എങ്കിലും നിങ്ങൾ അടങ്ങിയിരിക്കരുത്. ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. ദൈവസന്നിധിയിൽ നിരന്തരം ജാഗരിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതിവേഗമോടുന്ന ദൈവത്തിന്റെ വചനം അയച്ച് നമുക്കും ഒരു വിടുതൽ പ്രാപിക്കുവാൻ സമയമായി. ദൈവം ഒരു വിടുതൽ അയക്കും. ഈ രാവിലെ സമയം അതിവേഗം ദൈവത്തിന്റെ വചനം ഓടുകയാ. അത് നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഇത് വ്യാപരിക്കുന്നു. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. രാവിലെ സമയം പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകാതെ ദൈവത്തിനായി കാത്തിരിക്കുക. അവൻ നമുക്ക് വേണ്ടി നിവർത്തി